ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പാചകം ഫുള്ളും വിറകടുപ്പെന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗ്യാസിനെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ആണല്ലേ. അപ്പം നമുക്ക് ഇഷ്ടം പോലെ വിറകായിട്ടും ഓലയായിട്ടും അതുപോലെ തന്നെ ചേരിയായിട്ടും ഒരുപാടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ വിറകടുപ്പ് തന്നെ എല്ലാം കുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ആദ്യമൊക്കെ ഒരു മടിയായിട്ട് തോന്നും, പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ശീലമായിട്ട് തോന്നും കേട്ടോ. പിന്നെ ഗ്യാസിനെ നമ്മൾ തീരെ ആശ്രയിക്കാത്ത വിധത്തിൽ വരും കേട്ടോ. ഗ്യാസ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, എന്നാലും ഇപ്പം നമുക്ക് ഗ്യാസിനെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് വിറകിന് ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്നിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ഫുള്ളും വിറകടുപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം ചേരി വെച്ച് അതിൻ്റെ മുകളിൽ ഓല വെച്ച് കത്തിച്ചാലില്ലേ പെട്ടെന്ന് കത്തും കേട്ടോ. അപ്പോൾ ഞാൻ ചുടുന്ന സമയത്ത് പുക ഉള്ളിലേക്ക് വരുന്നുണ്ടായിന്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു നമ്മളെ വെണ്ണൂർ വെച്ചിട്ട് ആ ഒരു ഇടം ഒന്ന് മൂടിയിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ഇങ്ങനെ പുക കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ നമ്മളെ പാചകമെല്ലാം തീർന്ന ശേഷം ഉണ്ടാക്കിയ ശേഷം പിന്നെ ചൂടെല്ലാം ഒന്ന് പോയ ശേഷം ഞാൻ പിന്നെ ആ ബ്ലോക്കെല്ലാം ഒന്ന് മാറ്റിയ ശേഷം പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടാ കേട്ടോ. പുക ഉള്ളിലേക്ക് വരും ഒന്നും ഉണ്ടായിട്ട് അത് പുക പോകുന്ന സൈഡ് ഒരു അടപ്പ് മാതിരി ഉള്ളൊരു ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ടാണ് പുക ഉള്ളിലേക്ക് തന്നെ ഇട്ടുന്നത്. പിന്നെ അത് ശരിയായിട്ടാകുമ്പം പിന്നെ ആ ചൂടെല്ലാം പോയിട്ട് ഞാൻ ഒന്ന് ശരിയാക്കിയിട്ടാകുമ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ ഹൈപ്പും കൂടി തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. ഹൈപ്പ് എന്ന ഓപ്ഷന് നിങ്ങൾ പ്രസ് ചെയ്യുമ്പം ഹൈപ്പ് എന്നുള്ള ഇത് വരും കേട്ടോ. അപ്പോൾ ഹൈപ്പും കൂടി തരാൻ മറക്കല്ലേ. അങ്ങനെ ഞാൻ ചീരത്തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തതിന് മുമ്പും കഴുകും, പിന്നെ കട്ട് ചെയ്ത ശേഷം നല്ലോണം കഴുകും കേട്ടോ. കാരണം ചീരയിൽ കൂടുതൽ മണ്ണിൻ്റെ അംശം ഉണ്ടാവില്ല. ആ മണ്ണെല്ലാം ഉണ്ടായതുകൊണ്ട് നല്ലോണം കഴുകി എടുത്തിട്ട് പിന്നെ നല്ല പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പിലുണ്ടാക്കുമ്പോൾ പുകൻ്റെ ആ ഒരു സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കൂടുതലും അടുപ്പിലേക്ക് വന്നതുകൊണ്ട് തന്നെ വലിയ ഭാരിച്ച പണി മാതിരൊന്നും തോന്നില്ല. നമ്മൾ ഗ്യാസ് മാതിരി സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആൾക്കെല്ലാം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ വിറക് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ വിറകില്ലാത്തവർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവുമല്ല. പിന്നെ പണ്ട് കാലത്ത് ഞങ്ങളെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മലം ഓലയില്ലേ, ഓല പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതും ചേരി പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് അത്ര വലിയ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തെങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഒരു തെങ്ങ് അങ്ങനെ ഒന്നും അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ യുദ്ധം ആയതുകൊണ്ട് തന്നെ പ്രവാസികളായവർക്കെല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ട് വിഷമങ്ങളും ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ എല്ലാവരും നമ്മളെ നാടിനും മറ്റ് രാജ്യങ്ങളും സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ അങ്ങനെ നമ്മളെ മുളകിട്ട കറിക്കും വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കടുവെല്ലാം ഉലുവെല്ലാം പൊട്ടിച്ച ശേഷം പിന്നെ മസാലയെല്ലാം ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയ ശേഷം പിന്നെ മസാലയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് കറിക്കിപ്പം കൂടുതലും മാങ്ങ ഇടൽ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ.